വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീ ടൈം സ്നാക്കാണ്. 4 മണി ചായയുടെ കൂടെയൊക്കെ നല്ല കറുമുറ കഴിക്കാം. പക്ഷെ മധുരം കേട്ടോ, നമ്മുടെ ഉണ്ണിയപ്പം നെയ്യപ്പമൊക്കെ പോലെ. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു മാവ് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ എടുക്കാം. മൈദ ആണെങ്കിലും ഈ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂണോളം വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത്രയും മതിയാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പൊടികൾ. ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ എടുക്കാം. ഓയിൽ എടുക്കരുത്. ഈ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും ഓയിലിന് ഉണ്ടാവില്ല. ബട്ടർ എടുക്കാം കേട്ടോ. നെയ്ക്ക് പകരം നെയ്യ് തന്നെയാണ് ബെസ്റ്റ്. ബട്ടർ വെച്ച് ഒപ്പിക്കാം, അത്രേ പറയാൻ പറ്റൂ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കൂലേ, അതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു ചപ്പാത്തി പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് ആദ്യം ചേർത്തിട്ട് ആവശ്യത്തിന് ആക്കിയാൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കണം. ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കൊരു ഭാഗത്തേക്ക് ഇത് മാറ്റി വെക്കാം. ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതെടുത്തിട്ട് ചെറിയ ബോൾസാക്കി മാറ്റണം. നല്ല കുഞ്ഞു ബോൾസാക്കിയാൽ മതി, വലുതാക്കേണ്ട. നമുക്ക് നല്ല ഫ്ലാറ്റ് ആക്കിയിട്ടൊന്ന് പരത്തി ഷേപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയ ബോൾസാക്കി മാറ്റാം. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫോർക്കാണ് വേണ്ടത്. അപ്പോൾ ഫോർക്കിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ ചെറിയ ബോൾ, അത് വെച്ചിട്ട് ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബോൾ ഒട്ടും കട്ടി ഉണ്ടാകാൻ പാടില്ല. അതായത് കട്ടി കൂടുതലല്ല, തിന്നാക്കിയിട്ടാണ് നമുക്ക് ഫ്ലാറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്ലാറ്റ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അധികം ഒന്ന് പ്രസ് ചെയ്യേണ്ട. ആ ഫോർക്കിൻ്റെ ഷെയ്ഡ് നമുക്ക് അതിൽ കിട്ടണം. അപ്പോൾ അതിന് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത്. പല ഷേപ്പിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ബോളാക്കി വെച്ച ആ ബൗളില്ലേ, അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കണം. നല്ല മാവ് ഡ്രൈ ആയിപ്പോയി നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധമൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരോ ബാച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കി ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിലായ സമയത്ത് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉൾഭാഗമൊക്കെ റെഡിയായിട്ട് നല്ല ക്രിസ്പി ആയി കിട്ടണം. അപ്പോൾ ആദ്യത്തെ ബാച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു സമയത്ത് നമുക്ക് കുറച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി നല്ല കളറാക്കി എടുക്കണം. നല്ല ഡാർക്കായിട്ടുള്ള കളറല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറാക്കി എടുക്കണം. നമ്മൾ ശർക്കരയിൽ ഇടുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് കളറായി കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സ്നാക്ക് നല്ല ചൂട് പോകുന്നതിന് മുന്നേ നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. ചെറിയ ചൂടുള്ള സമയത്താണ് നമ്മളത് ശർക്കരപ്പാനിയിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ശർക്കര ചേർത്ത് കൊടുക്കണം. ഒന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ശർക്കര നമുക്ക് ഒരു നൂൽ പരുവം ആയി കിട്ടണം. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് നോക്കുക, 1 സ്ട്രിങ് കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ടോയെന്ന്. കൈ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ല ചൂടാണ്, പെട്ടെന്ന് പൊള്ളിപ്പോവും. ഇപ്പം ഒരുവിധം കിട്ടുന്നുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇടയ്ക്കൊന്ന് ആ ഒരു പരുവം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒന്ന് കൈവച്ചിട്ടാക്കുമ്പം നൂൽപ്പരുവായി കിട്ടിയെങ്കിൽ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഫ്രൈ ചെയ്ത് വെച്ച സ്നാക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ വെച്ചിട്ടൊന്നും തൊട്ടക്കില്ല, നല്ല ചൂടുണ്ടാവും ഈ സമയത്ത്, നമ്മുടെ കൈ പെട്ടെന്ന് തന്നെ പൊള്ളിപ്പോവും. അപ്പോൾ എല്ലാ ഭാഗത്തും ശർക്കര നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ചൂട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂട് പോയതിന് ശേഷം മാത്രം കൈവച്ചിട്ട് തൊടാൻ നിന്നാൽ മതി. ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ട് ആ ശർക്കരയൊക്കെ അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, നല്ല ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇതുപോലത്തെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഒരു കേടും ഇല്ലാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നല്ല ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ അൺസാൾട്ടഡ് ചേർക്കുന്നതാണ് നല്ലത്. സാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നെങ്കിൽ ആദ്യം ഉപ്പിട്ട ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്